പിന്നെ ചാലക്കുടി പാർലമെന്റിൽ ബെന്നി ബെഹനാൻ 1 ലക്ഷത്തിൻ്റെ താഴെ ഒരു 50ൻ്റെ മുകളിലായിട്ട് ആൾ ജയിച്ചിരിക്കും. യാതൊരു സംശയവും വേണം. ഒരു മാറ്റം വരാൻ സാധ്യതയില്ല. കാരണം ഇത് UDF മണ്ഡലമാണ്. പിന്നെ ഇത് മാറ്റം എങ്ങനെയാണ്? ബെന്നി ബെഹനാൻ ജയിക്കാനാണ് സാധ്യത. പ്രവർത്തിച്ചേക്കണം, നല്ല രീതിയിലാണ് പ്രവർത്തിച്ചേക്കണം. ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു പുസ്തക സംഭരണം ഇതുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാ മണ്ഡലം അനുസരിച്ച് കോൺഗ്രസ് എറണാകുളം ജില്ല മൊത്തം കോൺഗ്രസിൻ്റെ MLA-മാരാണല്ലോ. മാറ്റം വരാന്ന് വെച്ചാൽ ബെന്നി ബെഹനാൻ ഇപ്പോൾ നിലവിലുണ്ട്. ഒറ്റപ്പള്ളിക്കാരൻ ആൾ നല്ലൊരാളാണ്. തോന്നുന്നു ബെന്നി ബെഹനാൻ തന്നെ ജയിക്കാനാണ് ചാൻസ്. ഇതൊക്കെ നമ്മളിത് കാണാൻ തുടങ്ങിയിട്ട് 10-65 വയസ്സായി നമുക്ക്. ഇത് ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മണ്ഡലം തന്നെയാണ്. ഇവിടെ ബെന്നി ബെഹനാൻ ഇവിടെ ജയിച്ചിട്ട് പുള്ളിയുടെ പൊടിയോ അല്ല ഇവിടെ കാണാറുണ്ടായില്ല. പുള്ളി ഈ കല്യാണ വീട്ടിലും മരണത്തിനും ഇതൊക്കെ പുള്ളി വരാറുള്ളൂ. ബെന്നി ബെഹനാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇലക്ഷൻ ചൂടിലാണ് രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും. അത് മാത്രമല്ല, ഇപ്പോൾ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ചേക്കേറുമ്പോൾ ആര് ജയിക്കും അല്ലെങ്കിൽ ആര് തോൽക്കും എന്നുള്ളതൊക്കെ മാത്രമല്ല, ഭൂരിപക്ഷം ആര് കൊണ്ടുപോകുന്നത്. എന്തായാലും ഞാൻ ഇന്ന് നിലവിൽ ചാലക്കുടി മണ്ഡലമായിട്ടുള്ള ആലുവയിലാണ് നിൽക്കുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രനാഥാണ്, മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രനാഥാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. UDF-ന്റെ നോക്കുകയാണെങ്കിൽ സിറ്റിംഗ് MP ബെന്നി ബെഹനാൻ തന്നെയാണ്. എന്നാൽ ഇവരിൽ ആര് ജയിക്കും അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്നാലും ജനങ്ങൾക്ക് എന്തായിരിക്കും ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ബെന്നി ബെഹനാൻ ജയിക്കാനാണ് സാധ്യത. പ്രവർത്തിച്ചേക്കണം, നല്ല രീതിയിലാണ് പ്രവർത്തിച്ചേക്കണം. എന്താണെങ്കിലും ചിലപ്പോൾ ഭൂരിപക്ഷം കുറവായിരിക്കും, പക്ഷെ ജയിക്കാതിരിക്കില്ല. ജയിപ്പിക്കും, ചിലപ്പോൾ വോട്ട് കിട്ടുമായിരിക്കും. മുൻതൂക്കം ബെന്നി ബെഹനാൻ തന്നെ ആയിരിക്കുള്ളൂ. ജയിക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കാരണം നല്ലൊരു മെമ്പറാണ്. കോൺഗ്രസിനെല്ലാം മാറി മറിഞ്ഞും വന്നിട്ടുണ്ട്. ഇന്നസെന്റ് പോയിട്ടുണ്ട്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞും പോയിട്ടുണ്ട്. ഇപ്പം ഈ പുതിയ വന്നേക്കുന്ന ആൾക്കാർക്കൊന്നും സാധ്യത കാണാനില്ല. ഇവിടെ ബെന്നി ബെഹനാൻ ഇവിടെ ജയിച്ചിട്ട് പുള്ളിയുടെ പൊടിയോ അല്ല ഇവിടെ കാണാറുണ്ടായില്ല. പുള്ളി ഈ കല്യാണ വീട്ടിലും മരണത്തിനും ഇതൊക്കെ പുള്ളി വരാറുള്ളൂ. പിന്നെ ഈ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ വിളിച്ചതിന് ഒരു സ്ഥലത്തുണ്ടാവൂല പുള്ളി. പിന്നെ അങ്ങനത്തെ പാർലമെന്റിൽ പോയിട്ട് എന്ത് ചെയ്യാൻ ഇവര് UDF-കാരുടെ BJP-യിലോട്ട് ഇറക്കാനാണ്. അപ്പൊ അതിനുള്ള മാറ്റം വേണം. ഇനി അവിടെ പ്രതികരിക്കാനുള്ള കഴിവുള്ള നല്ല തണ്ടേടുള്ള ആൾക്കാരും ഉണ്ട് അവിടെ. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ തീരുമാനിക്കണം ഏത് വേണം എന്ന്. സാധ്യതയുണ്ട്. LDF കൊണ്ടുപോകും. 14 സീറ്റും LDF പിടിക്കും ഈ പ്രാവശ്യം. ഉറപ്പാണ്. മൂന്നാം വരും. എന്താന്ന് വെച്ചാല് ഇതുപോലെ കുത്തി തിരിച്ച് ഇതാക്കല്ലേ. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അല്ലാതെ ആ സർക്കാരിൻ്റെ കുറ്റം പറഞ്ഞ് മറ്റവരുടെ ഒപ്പം നിന്ന് ഇതാക്കല്ല വേണ്ടത്. ഇത്തവണ LDF വരണം. LDF പാർലമെന്റിൽ പോകണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു MP ഉണ്ടായുള്ളൂ, ആരിഫ് ആലപ്പുഴയില. പുള്ളി അതിൻ്റെ കാര്യങ്ങൾ പുള്ളി അവിടെ ചെയ്ത്. പക്ഷെ പുള്ളിനോണ്ട് ചെയ്യാൻ പറ്റിയത് പുള്ളി ചെയ്ത്. ബാക്കിയൊക്കെ UDF-ന്റെ ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായ. അപ്പം അതുകൊണ്ട് മാറ്റം വേണം ഈ പ്രാവശ്യം. എറണാകുളം IB-യുടെ ഭയങ്കര ഇതാണ്. IB-യുടെ സപ്പോർട്ട് അല്ല IB-ന്റെ ഇത് പോരാ. എന്താ പറവൂരൊന്നും IB-യുടെ ആൾക്കാരെ അറിയില്ല എന്ന് പറയാം. ഈ തവണ രവീന്ദ്രനാഥ് വിട്ടു. ബെന്നി ബെഹനാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്തവണ രവീന്ദ്രനാഥ് നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. അത് മാറ്റാണ്. ഇത്തവണ മാറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഇത് മാറിയത്. ഇന്ദ്രൻ സാറിന് മുമ്പ് ഉണ്ടായത്. ഈ തവണ രവീന്ദ്രനാഥ് തിരിച്ചു പിടിക്കും. നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കഴിഞ്ഞ തവണത്തെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുവിധമുള്ള വിവരം വിദ്യാഭ്യാസം ഉള്ളവരെ കിട്ടിക്ക് രവീന്ദ്രനാഥിന് വോട്ട് ചെയ്യും. ജനങ്ങൾ സ്വീകരിക്കും. കേരളത്തിൽ ചെങ്കുടി പാറും. ഈ തവണ അവിടെയും പാറും, ഡൽഹിയിലും പാറും. ചെങ്കുടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഡൽഹിയിൽ BJP-യുടെ അടിത്തറ ഇളകിയേക്കാണ് ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തോടുകൂടി. ഇവര് ഈ വർഗീയതയൊക്കെ പറഞ്ഞില്ലേ കുതിര തന്നെ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെങ്കുടി പാറും. അതിലൊരു മാറ്റവും ഇല്ല. ഇവിടെ എന്തായാലും ചെങ്കുടി പാറിയിരിക്കും. ചാലക്കുടി ഉറപ്പാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഒരു ശങ്ക പോലും ഇല്ല ഞങ്ങൾക്ക് ആർക്കും. ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു പുസ്തക സംഭരണം ഇതുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാ മണ്ഡലം അനുസരിച്ച് കോൺഗ്രസ് എറണാകുളം ജില്ല മൊത്തം കോൺഗ്രസിൻ്റെ MLA-മാരാണല്ലോ. പിന്നെ ചാലക്കുടി പിന്നെ MP-യുടെ പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ തവണ അയാൾ ജയിച്ച് ഈ തവണ അയാൾ തന്നെ ജയിക്കേണ്ടതാണ്. ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് ആര് പോയാലും, ഇപ്പോൾ LDF-ന്ന് പോയാലും BJP UDF-ന്ന് പോയാലും അവിടെ ഇന്ത്യ മുന്നണിയിലേക്കാണ് കൈവക്കേണ്ടത്. പിന്നെ ബെന്നി ബെഹനാനല്ലേ വോട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ കോൺഗ്രസ് ഇവിടെ ജയിക്കേണ്ടത്. BJP ഒന്നും കൊണ്ട് ഈ കേരളത്തിൽ പിടിക്കുമൊന്നുമില്ല, സീറ്റ് കിട്ടുമൊന്നുമില്ല. മാറ്റം വരാന്ന് വെച്ചാൽ ബെന്നി ബെഹനാൻ ഇപ്പോൾ നിലവിലുണ്ട്. ഒറ്റപ്പള്ളിക്കാരൻ ആൾ നല്ലൊരാളാണ്. പുള്ളി വരാൻ സാധ്യതയുണ്ട്. 2020 അവർ കുറേ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ഏരിയയിലൊക്കെ ഒരു ചെറിയൊരു പഞ്ചായത്തിൻ്റെ ഒരാളാണ് അവർ.
അവർ ആ പഞ്ചായത്തിൽ നിർത്തിയ ആളിൽ 19 പേരെ കണ്ട 20 പേരെ നിർത്തി 19 പേരെ അവർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഏരിയയിൽ മൊത്തം അവർ വോട്ട് പിടിക്കും. അപ്പോൾ ഈ ഇതിനകത്ത് വരുന്ന വോട്ട് ഇച്ചിരി കുറവായിരിക്കും. ജയിക്കുന്നത് ഇവർ തന്നെ ജയിക്കും. ഈ 2 പേരിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. വോട്ട് കുറവായിരിക്കും. കാരണം 65,000 അങ്ങനെയുള്ള വോട്ടൊന്നും ഉണ്ടാവില്ല. സാരമില്ല. ആ ഭാഗത്തേക്ക് നോക്കേ വേണ്ട. കാരണം അതേപോലെ ശക്തമായിട്ട് അവർ വോട്ട് പിടിക്കാൻ സാധ്യത. കാരണം അങ്ങനെയാണ് അവിടുത്തെ രീതി. ഒരു മാറ്റം വരാൻ സാധ്യതയില്ല. കാരണം ഇത് UDFിൻ്റെ മണ്ഡലമാണ്. പിന്നെ ഇത് മാറ്റം വരാൻ എങ്ങനെയാണ്? പിന്നെ ഇവിടുത്തെ സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ അധികാരത്തിൽ 2 പേർക്കും ഒന്നും കിട്ടാനും ഒരു വകുപ്പില്ലാത്തതല്ലേ. അതിനൊരു മാറ്റം എനിക്ക് തോന്നണില്ല. ഇത് UDFിനെ ജയിക്കുന്നത് തോന്നുന്നു. പിന്നെ ജയിക്കും തീർച്ചയായിട്ടും. അല്ല പിന്നെ ഇത് UDF കോട്ടയാണ് ചാലക്കുടി മണ്ഡലം. പിന്നെ അതിൽ വേറെ തിരിച്ചാലോചിക്കേണ്ട കാര്യമില്ല. അത് ഒരു പ്രാവശ്യം മാത്രം ഈ പ്രതിഭ കൊണ്ട് മാത്രമാണ് ജയിച്ചതാണ്. അല്ല വേറെ കൊണ്ടൊന്നും ജയിച്ചതല്ല. അല്ല ഇതാണ് UDF ഉറപ്പായിട്ട് ജയിക്കുമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ബെന്നി ബെഹനാൻ തന്നെ ജയിക്കാനാണ് ചാൻസ്. പക്ഷെ ഞാൻ കളമശ്ശേരി മണ്ഡലമാണ്, എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് എനിക്ക് വോട്ടുള്ളത്. അതുപോലെ BJP ഇത്തവണ വളരെ വോട്ടുകൾ കൂടുതൽ പിടിക്കുന്നുള്ളതാണ് എല്ലാ മണ്ഡലങ്ങളിലും എനിക്ക് തോന്നുന്നു. LDFന് ചാൻസ് കുറവാണ് ഈ 2 മണ്ഡലത്തിലും. മാറ്റം വരാൻ സാധ്യതയൊക്കെ വളരെ കുറവ് തന്നെയാണ്. ഇപ്പോഴത്തെ ഭരണത്തിനെ വെച്ച് നോക്കുമ്പോൾ മാറ്റം വരാൻ സാധ്യത വളരെ കുറവാണ്. 2020 ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊക്കെ അത് അവസാന സമയമാകുമ്പോഴൊക്കെ പിൻവലിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ള കേസുകളാണ്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. 2020യുടെ കേസൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ബെന്നി ബെഹനാനെ സംബന്ധിച്ചോളം അയാൾ ഇവിടുത്തെ MP ആണ്. ഈ പുള്ളി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നിട്ടില്ല. എത്രയൊക്കെ ഉള്ളൂ. എത്രയൊക്കെ വന്നാലും കരിമണക്കടത്തയുടെ അളിയനല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമ്മളിത് കാണാൻ തുടങ്ങിയിട്ട് 10-65 വയസ്സായി നമുക്ക്. ഇത് ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മണ്ഡലം തന്നെയാണ്. അതാണ് സാധ്യതകളെല്ലാം നിൽക്കുന്നത്. പിന്നെ ഈ ഭരണം കൂടി ആളുകൾ വിലയിരുത്തില്ല. പിന്നെ ഈ മാനസികമായിട്ട് പാർലമെൻറ്റിലേക്ക് പോയിട്ട് അവിടെ എന്തെടുക്കാനാ? അവരുടെ പാർട്ടി ചിഹ്നം നിലനിർത്താൻ വേണ്ടി അവർ പെടാപ്പാട് പെടണം. പിന്നെ ഇന്ത്യൻ ഭരണത്തിൽ അവർക്ക് എന്ത് ഇതുണ്ട്? ഒന്നുമില്ല. ചുമ്മാ പറയാമെന്നോ അത്ര. ഞങ്ങളൊരു പാർട്ടിയാണ്, പ്രാദേശിക പാർട്ടിയല്ലേ. ഇന്ത്യൻ ഭരണം എന്ന് 574 സീറ്റല്ലേ, 157 സീറ്റ് വരെ ഉണ്ടായ പാർട്ടിയാണ് ഇവർ. ഇന്ത്യയിൽ ഇവരെ ഭരിക്കാൻ ക്ഷണിച്ചതാണ് പ്രധാനമന്ത്രിയായിട്ട്. അവർ കാലം ഉണ്ടായിരുന്നു. ഇന്ന് അവർക്ക് എത്ര സീറ്റുണ്ട്? 2. ഇത് വേസ്റ്റ്. ചാലക്കുടി മണ്ഡലത്തിലൊന്നും BJPക്ക് സീറ്റ് കിട്ടാൻ. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചാൽ അത്രയും. അത് പിന്നെ അവിടെ നല്ല ശക്തമായ പോരാട്ടമല്ലേ, മുരളീധരനല്ലേ. അതും ഭംഗിയായിട്ടൊക്കെ നടക്കും. ജനങ്ങളുടെ കയ്യിൽ ഇതെല്ലാം ഇരിക്കണേ. നമ്മൾക്ക് നമ്മുടെ അഭിപ്രായം പറയാമെന്നല്ലേ ഉള്ളൂ. ജനങ്ങൾ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളൂ. ഇന്ന് ഇവിടെ കേരളത്തിലുള്ള ജനങ്ങളൊക്കെ വിദ്യാഭ്യാസമ്പന്നരായ ആളുകൾക്ക് എന്ത് കണ്ടാലും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഇവർ ആരെന്ത് കാണിച്ചാലും അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ള ഉറപ്പല്ലേ. കനത്ത പോരാട്ടമൊന്നുമില്ല. ശരിക്കും പോരാട്ടം എന്ന് പറയുന്നത് ഈ ചാലക്കുടി പാർലമെൻറ്റിൽ പോരാട്ടം ഇല്ല. ശരി എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ 7 മാസം 8 മാസം പെൻഷൻ കൊടുക്കാനുണ്ട്. അതിൽ 1 മാസത്തെ പെൻഷൻ കൊടുത്ത ആളും ഒട്ടും ചെയ്യില്ല. പിന്നെ ചാലക്കുടി പാർലമെൻറ്റിൽ ബെന്നി ബെഹനാൻ 1 ലക്ഷത്തിൻ്റെ താഴെ ഒരു 80ൻ്റെ മുകളിലായിട്ട് ആൾ ജയിച്ചിരിക്കും. യാതൊരു സംശയവും വേണം. ഞാനൊക്കെ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 80,000-ൻ്റെ 1 ലക്ഷത്തിൻ്റെ അടുക്കായിട്ട് ആൾ ജയിച്ചിരിക്കും. ബെന്നി ബെഹനാൻ ഉറപ്പ്. അതിലൊരു മാറ്റവും വരില്ല. ഈ ചാലക്കുടി പാർലമെൻറ്റിൽ ഒരു മാറ്റവും വരില്ല. ഉറപ്പ് വരുന്നതുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്തേക്കണേ? ഇവിടെ കുറച്ച് കാശ് ദൂർത്തടിച്ചതല്ലാതെ പാവപ്പെട്ട ആളുകൾക്ക്, ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾക്ക് പോലും ഒന്നും ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ഒരു ഇൻഷുറൻസോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ അറിവിൽ ഇത് ചെയ്തിട്ട് കാണണ്ടേ. കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റി പറഞ്ഞാൽ അത് ഒട്ടും ചെയ്തിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ഈ പറഞ്ഞ മാതിരി ഈ ഗവൺമെൻറ് ചെയ്യണേക്കാൾ അപ്പുറമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യണത്. അപ്പോൾ ഈ 2 ഗവൺമെൻറ്റും കൂടി ഒരു വാശിപ്പുറത്താണെന്ന് എനിക്ക് തോന്നണേ. എന്ന് വിചാരിച്ച ആളുകൾ ഈ ജനവിധി ചാലക്കുടി പാർലമെൻറ്റിൽ ബെന്നി ബെഹനാൻ വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഇത് നിഷ്പക്ഷമായിട്ട് പറയണതാണ് കേട്ടോ. ഒരു രാഷ്ട്രീയ ഇതിൽ പറയണതല്ല. ബെന്നി ബെഹനാൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും. അത് ഉറപ്പാണ്. അതിലൊരു മാറ്റവും വേണ്ട. ഇവിടെ ഇവിടെ ആരെ മത്സരം എന്ന് പറഞ്ഞാൽ ഒരാളും ഇവിടെ ഒരു മത്സരമായിട്ട് കാണില്ല. ഇവിടെ ബെന്നി ബെഹനാൻ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. കനത്ത പോരാട്ടം എവിടെയൊക്കെ പോരാട്ടം ചാലക്കുടി പാർലമെൻറ്റില്ല. എനിക്ക് തോന്നുള്ളത് അല്ല, മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ അടുത്ത നിയമസഭാ സീറ്റ് വന്നപ്പോൾ സീറ്റ് കൊടുക്കണ്ടേ ഇവിടെ? അത് നല്ല മന്ത്രിമാർക്ക് സീറ്റ് കൊടുക്കേണ്ട നിയമസഭാ സീറ്റ് വരുമ്പോഴല്ലേ. കഴിഞ്ഞ അവിടെ നിയമസഭാ സീറ്റ് വന്നപ്പോൾ പുള്ളിനെ ഒഴിവാക്കിയില്ലേ. അപ്പോൾ പാർലമെന്റിലേക്ക് വന്നപ്പോൾ നല്ലതാണ്, ആ സമയത്ത് വന്നപ്പോൾ കൊള്ളൂല. അതൊന്നും യോജിച്ച ഇതല്ല. നല്ല വിദ്യാഭ്യാസ മന്ത്രിയാണ്, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിയമസഭയിൽ സീറ്റ് കൊടുക്കണം, പാർലമെന്റിലേക്കല്ല. ഇത് ചാലക്കുടി കഴിഞ്ഞവിടെ MP ബെന്നി ബെഹനാൻ ജയിച്ച് അതേ നടപടി തന്നെ തുടർന്ന് ബെന്നി ബെഹനാൻ ജയിച്ചിരിക്കും. ഒരു മാറ്റം ഉണ്ടാവും.